എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ മീൻ വറുക്കുന്നതിലേക്കായിട്ട് ഞാൻ എടുത്തു വെച്ച മീൻ അയിലപ്പാരയാണ്. അപ്പോൾ ഞാനത് ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉളുപ്പുമണൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ നമ്മൾ ഉപ്പും വിനാഗിരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറൊക്കെ മാറി നല്ല കളറാവും ചെയ്യും, ആ ഉളുപ്പുമണം മാറും ചെയ്യും. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ മീൻ വറുക്കുന്നതിലേക്കായിട്ടുള്ള എല്ലാ മീനും ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോളം വരും. അപ്പോൾ നമുക്ക് ഇത്ര അധികം മീൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കഴുകി വൃത്തിയാക്കിയത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് നമുക്ക് ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കാം. ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മുകളിൽ വെള്ളം തെളിഞ്ഞ് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടച്ചിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പം നമുക്ക് പിന്നെ എടുക്കുമ്പോൾ അത് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടും. അത് ചെറിയൊരു ടിപ്പാണ്, ഞാനത് പറഞ്ഞത് മാത്രം. ഇപ്പം ഞാനിത് എല്ലാ മീനും എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ നല്ല എടുക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാ മീനും എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 9 മീനോളം ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അല്പം വറ്റൽമുളക് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു അരപ്പ് തയ്യാറാക്കുന്നതിലേക്ക് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി 2 കഷ്ണം, പിന്നെ 5-6 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പൊടികൾ, മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഇത് ഗരം മസാലയാണ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ഇത്രയാണ് ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ അത് അരച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്കായിട്ട് 2-3 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ അരിപ്പൊടി. അപ്പോൾ ഇനി നമുക്ക് അത് മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ച് എടുക്കാം. നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മീനിലേക്കായിട്ടുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീനിലേക്കുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ച ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെടുത്ത് വെച്ച ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ മുളക് പൊടി ഞാൻ 2ാമത് ഇടുകയാണ്. മുളക് കുറവ് മതി എന്ന് വെച്ചാൽ നമ്മളത് ഇടേണ്ട കാര്യമില്ല. ഇപ്പം ഞാനത് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ മീൻ കഷ്ണങ്ങളും എടുത്ത് നമ്മളതിലേക്ക് ഈ അരപ്പ് തേച്ച് കൊടുക്കുകയാണ്. നമ്മളത് മീനൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലൊക്കെ മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിങ്ങനെ ഓരോ മീനും ഇത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാക്സിമം 1 മണിക്കൂറെങ്കിലും നമ്മളത് എടുത്ത് വെക്കണം. എന്നാലാണ് നന്നായിട്ട് വറുക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ. നമ്മളിത് മുളക് പറ്റിയ വശം നമ്മളത് വറുക്കരുത്. നന്നായി ഉപ്പ് മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കൂട്ട് തേച്ച് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മൾ മുളക് പരത്തി വെച്ച മീനൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറായി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനത് ചൂടായതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ മീൻ വറുക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഞാൻ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നമുക്ക് മീൻ വെച്ച് വറുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട്
നമുക്ക് ഓരോ മീൻ എടുത്തിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളത് വറുത്തെടുക്കേണ്ടത്. നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ നമ്മുടെ ഫിഷ് നന്നായിട്ട് മുരിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കാം.